ഇന്ന് നമ്മളുണ്ടല്ലോ ഒരു 60 പേർക്കുള്ള ഗ്രീൻ പീസ് കറിയാണ് വെക്കുന്നത്. അത് പൊറോട്ടയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ നല്ല ടേസ്റ്റ് ആട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തലേദിവസം കുതിർത്തി മാറ്റി വെച്ച ഗ്രീൻ പീസ് ഒരു കുക്കറിൻ്റെ അകത്തോട്ട് കൊടുത്ത് ആവശ്യത്തിനുള്ള സവാള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, മല്ലിപ്പൊടി, മുളക് പൊടി, കാശ്മീരി ചില്ലിപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി, ഉപ്പ്, വേപ്പില, തക്കാളി ഇതെല്ലാം കൂടെ ചേർത്ത് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് കുക്കറിൻ്റെ അകത്ത് അടച്ച് ഒരു 2 വിസിലിന് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുക കേട്ടോ. കൂടാതെ കുറച്ച് ക്യാരറ്റും ഉരുളക്കിഴങ്ങും കൂടെ വേവിച്ച് മാറ്റി വെക്കുന്നുണ്ട്. എന്നിട്ട് ഒരു വലിയ പാത്രം എടുത്തിട്ട് അതിൻ്റെ അകത്തോട്ട് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ, കടുക്, വേപ്പില, സവാള, മല്ലിപ്പൊടി, ചിക്കൻ മസാല, കുറച്ച് ഗരം മസാലയും കൂടെ ഇടുന്നുണ്ട്. ഇതെല്ലാം കൂടെ ചേർത്ത് വഴറ്റിയിട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസ്, അതുപോലെ തന്നെ ക്യാരറ്റും ഉരുളക്കിഴങ്ങും എല്ലാം കൂടെ ചേർത്ത് ഞാനിവിടെ ഒരു 2 തേങ്ങയുടെ പാലും കൂടെ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതും കൂടെ ചേർത്ത് തിളപ്പിച്ച് മാറ്റുക കേട്ടോ.